Hello friends, welcome to my channel. രണ്ട് നൈറ്റി പീസസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 10-year-old ആയിട്ടുള്ള കുട്ടിയുടെ മെഷർമെന്റിൽ ഒരു പജാമ പാൻസും ടോപ്പും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ബാലൻസ് വന്ന ഫാബ്രിക്കിൽ നിന്നും ഇന്ന് വലിയ സൈസിലുള്ള ഒരു മാക്സി ഡ്രസ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവ്സിൽ ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. എന്നാലേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത്രയും ഫാബ്രിക് ആണ് ഇവിടെ എനിക്ക് ബാലൻസ് ആയി കിട്ടിയിരിക്കുന്നത്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ രണ്ട് പീസസും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡാണ്. ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നൈറ്റി സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 55 ഇഞ്ചസ് എനിക്ക് ലെങ്ത് വേണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 48 ഇഞ്ചസേ ലെങ്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ മാക്സി ഡ്രസ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഫോൾഡ് ചെയ്തിരിക്കുന്ന എന്താണ് ഇങ്ങനെ ലെങ്ത് വൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ബാലൻസ് വന്നിരിക്കുന്ന പീസിന് സ്ലീവ് കട്ട് ചെയ്യാം. 33 ഇഞ്ചസ് ആണ് ഈ ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വരുന്നത്. ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പീസസും സെപ്പറേറ്റ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇനി ഇത് ലെങ്ത്തിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡ്സ് ചേർത്ത് വെച്ചിരിക്കുന്നു. ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ബാക്ക് പീസിലേക്കും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും വേണ്ട പാർട്സ് ചേർത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ പാർട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിന് വേണ്ടിയിട്ട് 7 ഇഞ്ചസിൽ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഒരു യോക്ക് പാർട്ടും താഴേക്ക് പ്ലീറ്റ്സ് വെച്ചിട്ടൊരു സ്കേർട്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പൊ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ് ചെയ്യുന്നത്. ആം ഹോൾ ലെങ്ത് ഞാനിവിടെ 7.5 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റ് ലൈൻ ഇങ്ങനെ നീട്ടി മാർക്ക് ചെയ്യാണ്. ഇനി ഇതിനുള്ളിലായിട്ട് ആം ഹോൾ കർവ് ചെയ്ത് മാർക്ക് ചെയ്യണം. ഈ കോർണറിന് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ കർവ് ചെയ്യുന്നത്. ത്രീ ഇഞ്ചസിലാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഫൈവ് 5.5 ഇഞ്ചസിൽ നെക്ക് ഡെപ്ത് മാർക്ക് ചെയ്യുന്നു. ഇനി ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കി ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യു ഷേപ്ഡ് നെക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ഫ്രണ്ട് നെക്കാണ്.
യോക്ക് പാർട്ടിന്റെ ലെങ്ത് ഞാനിവിടെ 15.5 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസും താഴേക്ക് സ്കേർട്ടിന്റെ പാർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് 15.5 ഇഞ്ചസിൽ മാർക്ക് ചെയ്യുന്നത്. ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കണം. താഴേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെസ്റ്റ് റൗണ്ട് മെഷർമെന്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്, അതാണ് ഇവിടെ ചെസ്റ്റ് ലെങ്ത് എടുക്കുന്നത്. സിബ്ബർ ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല, നല്ല ലൂസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 42 ഇഞ്ചസിലാണ് ഞാൻ റൗണ്ട് മെഷർമെന്റ് എടുത്തിരിക്കുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 ഇഞ്ചസ് ആവും. 1 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ചസിലാണ് ഞാനിവിടെ ചെസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ലൈനിൽ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. ഇവിടെ ടോപ്പ് എൻഡിൽ നിന്ന് 14.5 ഇഞ്ചസിൽ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ പോയിന്റിൽ 10.5 ഇഞ്ചസ് ആണ് ഞാൻ വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത്. ഒന്നിച്ച് മാത്രമേ ഷേപ്പിങ്ങിനായിട്ട് കുറയ്ക്കുന്നുള്ളൂ. 10.5 ഇഞ്ചസിൽ യോക്ക് പാർട്ടിന്റെ താഴത്തെ എൻഡ് മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത 11.5 ഇഞ്ചസും യോക്ക് പാർട്ടിന്റെ താഴത്തെ എൻഡിൽ 10.5 ഇഞ്ചസും. ഇനി ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഹാഫ് ഇഞ്ചിൽ ഷോൾഡർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ഡെപ്ത് മാർക്ക് ചെയ്യാണ്. 2.5 ഇഞ്ചസ് ആണ് ഞാനിവിടെ ബാക്ക് നെക്കിന്റെ ഡെപ്ത് എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇനി യോക്ക് പാർട്ടിന്റെ ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്ങിലൂടെ ഷോൾഡർ ഡ്രോപ്പിലൂടെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള പീസ് മാറ്റി വയ്ക്കാം. ഇതാണ് ബാക്ക് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പീസ്. ഇതൊന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടിട്ട് ഫ്രണ്ട് നെക്കിന്റെ പാർട്ടിലൂടെ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പീസാണിത്. ഡബിൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. നെക്കിന്റെ വിഡ്ത്തും ഡെപ്തും എത്രയാണോ അതിനേക്കാളും 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ പീസ് കട്ട് ചെയ്തെടുക്കാൻ. അത്രയും പാർട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്, അതുകൊണ്ടാണ് എക്സ്ട്രാ എടുക്കുന്നത്. പിന്നെ ഇവിടെ നെക്കിന്റെ സെയിം മെഷർമെന്റ്സ് അതുപോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നെക്കിന്റെ സെയിം മെഷർമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്കും താഴേക്കും കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ്സ് ചേർത്ത് വെച്ചിട്ട് നെക്കിന് ചുറ്റും 0.25 ഇഞ്ചസ് എങ്കിലും വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ടിലേക്കും ഇതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി സ്റ്റിച്ചിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുകയാണ്. ഇനി ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. ഇനി ഇവിടെ ഈ എൻഡ്സ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരേക്കും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലേക്കുള്ള നെക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് പ്ലീറ്റ്സ് കൊടുക്കേണ്ട പാർട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ഈ ഫാബ്രിക്കിന്റെ ടോട്ടൽ വിഡ്ത്ത് 33 ഇഞ്ചസ് ആണ്. അത്രയും വിഡ്ത്തും ഞാൻ ഇവിടേക്ക് എടുക്കുകയാണ് പ്ലീറ്റ്സ് കൊടുക്കാനായിട്ട്. മിഡിൽ പാർട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
യോക്ക് പാർട്ടിന്റെയും മിഡിൽ പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ്സ് നല്ല ഈവൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മിഡിൽ പാർട്ട് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുന്നത്. ഇനി ഈ എൻഡ്സ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ പ്ലീറ്റ്സും ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ പിൻ ചെയ്യുന്നില്ല. ഈ എൻഡ്സും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് ആക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ഇതുപോലെ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുക. ഷോൾഡേഴ്സ് ചേർത്ത് പിടിച്ചിട്ട് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇപ്പൊ ഞാൻ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നിവർത്തിയിടുകയാണ്. ഷോൾഡറിന്റെ പാർട്ടിൽ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവ്സിന്റെ താഴത്തെ എൻഡിലേക്ക് ഇതുപോലെ 5 ഇഞ്ചസിൽ ഒരു പീസ് ഞാൻ പ്ലീറ്റ്സ് കൊടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. താഴത്തെ എൻഡ് റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും മുകളിലത്തെ പീസിലേക്ക് അറ്റാച്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് ഇവിടെ 5 ഇഞ്ചസിൽ ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ്സ് ഇപ്പം എടുക്കുന്നില്ല, അപ്പോൾ അത് മാറ്റി വെക്കാം. സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 2 സ്ലീവ്സും ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഫോൾഡ് ചെയ്തിരിക്കുന്ന എൻഡ്. ഇവിടെ ഞാൻ 8 ഇഞ്ചസിൽ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നു. ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട 1/2 ഇഞ്ച് സീം അലവൻസും താഴെ ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ടാണ് 8 ഇഞ്ചസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ വിഡ്ത്ത് 9 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ടോപ്പ് എൻഡിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ചസ് വരെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പാർട്ടാണിത്. ഇവിടെയും 3 ഇഞ്ചസോളം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം. പിന്നെ ഇങ്ങനെ കർവ് ചെയ്ത് പോകണം. ഈ പോയിന്റ് ഇങ്ങനെ കർവ് ചെയ്ത് ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പാർട്ടാണ് 3 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. താഴത്തെ വിഡ്ത്ത് എനിക്ക് 6.5 ഇഞ്ചസ് ആണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ചസിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പാർട്ടാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പാർട്ടിൽ ഒരു കട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്യണം. ഫോൾഡ് ഓപ്പൺ ആക്കി ഇടുമ്പോൾ താഴത്തെ എൻഡിൽ 15 ഇഞ്ചസ് ഉണ്ടാവും. ആ എൻഡിലേക്കാണ് പ്ലീറ്റ്സ് ആക്കി ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെ റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. സ്ലീവിന്റെ മിഡിൽ പാർട്ട് ഇതാണ്. ഈ പീസിന്റെ മിഡിൽ പാർട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് മിഡിൽ പാർട്സ് ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്യാണ്.
എന്നിട്ട് ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്ലീറ്റ്സ് ആക്കി സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ സ്ലീവിന് ഒരു 3/4 ലെങ്ത് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്ലീവ്സും ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് കൊടുത്തിരിക്കുന്ന പാർട്ട് ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ വേണം പ്ലേസ് ചെയ്യാൻ. ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു ആം ഹോളിന്റെ എൻഡ് വരെയും പിന്നെ വീണ്ടും ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ആം ഹോൾ എൻഡ് വരെയും. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇങ്ങനെ 2 സ്ലീവ്സും ജോയിൻ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ ഇട്ടിട്ട് സ്ലീവിന്റെ എൻഡ് മുതൽ താഴെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡ്സും ക്ലോസ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ 2 സൈഡ്സും 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ എൻഡ് റോങ് സൈഡിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് ഓൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ഫാബ്രിക് ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പജാമ ടോപ്പ്, പജാമ പാൻസ്, ഈ വീഡിയോസ് ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. താങ്ക് യു.